നമസ്കാരം. അബ്രഹാമും ലോത്തും ഒരുമിച്ചാണ് ദൈവത്തിൻ്റെ വാക്ക് കേട്ട് പുറപ്പെട്ടത്. എങ്കിലും മാർഗമധ്യേ ലോത്ത് ഭൗതിക സമൃദ്ധിയെ തിരഞ്ഞെടുക്കുന്നു. തെറ്റിപ്പോയ ഒരു തിരഞ്ഞെടുപ്പ് അവൻ്റെ പട്ടണത്തെ നാശയോഗ്യമാക്കി തീർത്തു. ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ഓരോ സാധ്യതയാണ്. ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള വലിയ അവസരങ്ങൾ തന്നെ. നിത്യവും അനിത്യവുമായതിനെ വിവേചിക്കുന്നതിനുള്ള വിവേകമുണ്ടാവണം. യാക്കോബിൻ്റെ ശകാരം നമ്മുടെ പ്രാർത്ഥനാ വേളകളെപ്പോലും ശുദ്ധീകരിക്കുവാൻ ആവശ്യപ്പെടുന്നുണ്ട്. നിങ്ങൾ യാചിക്കുന്നുവെങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചിലവിടേണ്ടതിന് വല്ലാതെ യാചിക്കുന്നത് കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല എന്നല്ലേ തിരുവെഴുത്ത്. ഫിലോക്കാലിയയിലെ വരികൾ സത്യത്തിലൊരു പ്രാർത്ഥനയാണ് ഹൃദയത്തിലേക്ക് ഉണർത്തിയത്. ഗെഹസിയെപ്പോലെ അർഹതയില്ലാത്തത് അധ്വാനമില്ലാതെ ഞാൻ സ്വന്തമാക്കിയിട്ടുണ്ട്. യൂദായെപ്പോലെ വഞ്ചനയുടെ ഫലം ഞാൻ നേടിയിട്ടുണ്ട്. അനന്യാസിനെയും സഫീറയെയും പോലെ കടപ്പെട്ടത് കൊടുക്കാതെ ഇരുന്നിട്ടുണ്ട്. നിർധനരായ സാധുക്കളുടെ ചില്ലിക്കാശുകളെ നിന്ദിച്ചിട്ടുണ്ട്. ദൈവമേ, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമെന്ന് ഞാൻ അറിയുന്നു. അത് കാംക്ഷിച്ച് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് ഞങ്ങൾ അധീനരായിത്തീരരുതേ. സമ്പത്തിൽ ആശ്രയിക്കുന്നവൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന വാക്ക് നമ്മുടെ നിലപാടുകളെ പുനർനിർണയം ചെയ്യാൻ പോകുന്നതാണ്. ഒരു മാറ്റത്തിന് ഏറ്റവും പറ്റിയ കാലം നോമ്പ് കാലം തന്നെ. ഒരു നാടോടി കഥയുണ്ട്. പഴം തിന്നും മുമ്പേ പഴത്തൊലി തിന്നുന്ന പിശുക്കൻ്റെ കഥയാണ്. വിളക്കണച്ചാൽ വസ്ത്രമഴിച്ച് മടക്കി വെക്കുന്ന സ്വഭാവമാണത്ര അയാൾക്ക്. അയാൾക്ക് വയസ്സായി, നടക്കാൻ പോലും വയ്യാതെയായി. ഒരുപാട് വസ്തുവകകളുണ്ടായിരുന്നു. ആരെങ്കിലുമൊക്കെ അത് കൈവശപ്പെടുത്തുമോ എന്ന് ഭയമായി. അതിനാൽ എല്ലാം വിറ്റ് കാശാക്കി. കാശ് കൊടുത്ത് ഒരു സ്വർണ്ണക്കട്ടി അയാൾ വാങ്ങി. അതൊരു പെട്ടിയിലാക്കി പെട്ടി വീടിനടുത്തൊരിടത്ത് ഒരു കുഴിയിൽ ഒളിപ്പിച്ചു വെച്ചു. എന്നും രാത്രി മറ്റുള്ളവർ ഉറക്കം പിടിച്ചു കഴിയുമ്പോൾ ഇയാൾ ഉണരും. ഒരു കൈവിളക്കുമായി ആ സ്ഥലത്ത് ചെല്ലും. മണ്ണ് മാറ്റും. സ്വർണ്ണക്കട്ടി എടുത്ത് മാറോടടുക്കി പിടിക്കും. കുറേ നേരം കെട്ടിപ്പിടിച്ചിരുന്നിട്ട് വീണ്ടും കുഴിച്ചിടും. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞു. ഒരു ദിവസം അയാളുടെ ഒരു ജോലിക്കാരൻ ഈ രഹസ്യം കണ്ടുപിടിച്ചു. അയാൾ രാത്രി പിശുക്കൻ്റെ പുറകെ പോയി എല്ലാം കണ്ടു. അന്ന് യജമാനൻ തൻ്റെ സ്വർണ്ണ ലാളനമൊക്കെ കഴിഞ്ഞ് മടങ്ങിയപ്പോൾ വേലക്കാരൻ ആ സ്വർണ്ണക്കട്ടി മോഷ്ടിച്ചു. പിറ്റേ ദിവസം വലിയൊരു നിലവിളിയാണ് ആളുകൾ കേട്ടത്. പിശുക്കൻ തലയിൽ കൈയും വെച്ച് നിൽക്കുകയാണ് ഓടിക്കൂടിയവർ കണ്ടെന്ന്. സ്വർണ്ണക്കട്ടയുടെ കഥ മുഴുവനും കേട്ട അയൽക്കാർ അയാളോട് പറഞ്ഞു, നിങ്ങൾ ഇനി ഒരു കാര്യം ചെയ്യുക. നിങ്ങൾ പെട്ടിയിൽ ഒരു കല്ലെടുത്ത് വെക്കുക. അതാണ് നിങ്ങളുടെ സ്വർണ്ണക്കട്ടി എന്ന് വിചാരിച്ച് അതിനെ തൊട്ട് തലോടി കഴിയുക. ഏതായാലും ആ സമ്പാദ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഉപയോഗിക്കുവാൻ നിങ്ങൾക്ക് ആലോചനയില്ലായിരുന്നല്ലോ. അപ്പോൾ പിന്നെ പെട്ടിയിൽ കല്ലായാലും സ്വർണമായാലും പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലല്ലോ. നോമ്പിലെ ഒരു പ്രാർത്ഥനയുണ്ട്. മനുഷ്യ, നിനക്ക് പ്രയോജനം ചെയ്യാത്ത സമ്പാദ്യത്തിനായി നിത്യവും ഓടത്തക്കവണ്ണം ഈ ലോകധനം നിന്നെ തെറ്റിക്കുകയും കുഴയ്ക്കുകയും ചെയ്യുന്നതെന്ത്? നിന്റെ സമ്പാദ്യമെല്ലാം കൂട്ടിവരുത്തുക. നിന്റെ നിക്ഷേപം കൊണ്ടുവരികയും നിന്റെ ധനം കൂട്ടിവെക്കുകയും ചെയ്യുക. അപകടത്തിൽ നിന്ന് നിന്നെ രക്ഷിപ്പാൻ അതിന് കഴിയുമെങ്കിൽ അത് നിൻ്റേതായി ഇരുന്നു കൊള്ളട്ടെ. എന്നാൽ ഒരു പനി മാറ്റുവാൻ നിന്റെ ധനത്തിന് കെൽപ്പില്ലെങ്കിൽ അതിൻ്റെ പ്രയോജനം എവിടെ? പ്രയോജനമില്ലെങ്കിൽ അതിനെ നീ എന്തിന് സമ്പാദിക്കുന്നു? നമസ്കാരം.